അതെന്താടാ അവിടെ ആ ചേട്ടനെ എന്താടാ. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വ്ലോഗ്. സോ ഗൈസ്, നല്ല ഉയരത്തിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയാലോ? സോ ഗൈസ്, അങ്ങനെ ചായ കുടിക്കാനുള്ള വ്യാജേന വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ വേഗമനിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ വ്യൂ പോയിന്റിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് മൊട്ടക്കുന്നിലേക്കാണ്. ആൻഡ് വെൽക്കം ടു വാഗമൺ മെഡോസ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഒരാൾക്ക് 25 രൂപയാണ്, അഡൽട്ടിന്, പിള്ളേർക്കാണെങ്കിൽ 15 രൂപയും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വാഗമൺ മൊട്ടക്കുന്ന് അല്ലെങ്കിൽ വാഗമൺ മെഡോസ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഇൻട്രോവേർട്ട് ഉണ്ട് എൻ്റെ കൂടെ, അതുകൊണ്ട് അവനെ കാണിക്കാതെ വേണം ഷൂട്ട് ചെയ്യാൻ. എന്ത് ചെയ്യാനാന്ന് പറയണേ. അവൻ്റെ ഫ്രണ്ട് വിടാം. സംഭവം അടിപൊളി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വെയിൽ കേസപ്പോൾ രാവിലെ കയറണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നല്ല സൂപ്പർ 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 വെയിലാണ്, പക്ഷെ ഭയങ്കര ആളാണ് കേസ് ഇവിടെ. കണ്ടാ, സോ ക്രൗഡഡ്. ആളുള്ള വകുപ്പ്. അവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, ആ ഫ്രണ്ടിൽ കാണുന്ന കൊണ്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. 360 വ്യൂസ്, 360 ഡിഗ്രി. ആ കാണുന്നൊരു സിപ്പ് ലൈനാണ്. ആരും കയറുന്നില്ല, പ്രൈസൊക്കെ നോക്കണം. നമ്മുടെ മുട്ടക്കുന്നിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ബോട്ടിങ്ങൊന്നും കയറുന്നില്ല, നല്ല വെയിലാണ്, കരിഞ്ഞു പോകും ഗൈസ്. അപ്പം നമ്മൾ നേരെ പോകുന്നു പൈമരക്കാട്ടിലേക്ക്. രാവിലെ ഒന്നും കഴിച്ചില്ല ഗൈസ്, അപ്പം വിശക്കാനൊക്കെ തുടങ്ങി. കേക്ക് നീണ്ട കഴിച്ച ചുഗിയൻ വിത്ത് നാരങ്ങ വെള്ളം. ഭയങ്കര കൺജസ്റ്റഡ് വഴിയാണ് കേട്ടോ, പക്ഷെ നല്ല ആളുവാണ്, ഭയങ്കര തിരക്കാണ് ഗൈസ്. അവിടെ വരെ ചെന്നാൽ മതിയായിരുന്നു. രണ്ടുപേരും. സോ ദ പ്രൈസ് ഈസ് എത്രയാ? പെർ ഹെഡ് 30 റുപ്പീസ് ഗൈസ്. അഡൽട്ട്സിന്, പിള്ളേർക്ക് 15 രൂപയും. പിന്നെ ഇവിടെ കാണാനൊന്നും എന്താ ഉള്ളത്, മരമുണ്ട്. ഇവിടെ വെയിൽ കാരണം, വെയിലില്ലാത്തതുകൊണ്ട് സൂപ്പർ ആളാണ് ഗൈസ്. എങ്കിൽ 10 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് വായിച്ചോ. സോ ഞാൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം, വേസ്റ്റ്. എൻ്റെ തൊട്ട് പുറകിൽ വേസ്റ്റ് ബിന്നാണ് കേട്ടോ, പക്ഷെ അവിടെ ഇടില്ല, ഇവിടെ എടുത്തുള്ളൂ. അതാണ് സന്തോഷം എല്ലാവർക്കും. പൈമരക്കാട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അവിടെ ജസ്റ്റ് പോയി ചെന്നൊരു ഇരിക്കുക, റെസ്റ്റ് എടുക്കാൻ, നല്ല ഫോട്ടോസൊക്കെ എടുക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി. ചായ കുടിക്കണമെന്നായിരുന്നു ഇന്നത്തെ മെയിൻ അജണ്ട, വിത്ത് ഓംപ്ലേറ്റ്. അതുമാത്രം ഇത്ര നേരമായിട്ട് നടന്നിട്ടില്ല, അത് നടത്തണം നമുക്ക്. സൺഡേസ് ഇങ്ങോട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് നടന്ന് കയറി വരാൻ തന്നെ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. കാണിച്ചു തരാം. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡൽട്ട്സിന് 25 രൂപയാണ്. പിന്നെ എന്താ, 2 വീലർക്ക് 10, 3 വീലർക്ക് 30, 4 വീലർക്ക് 40, അങ്ങനെയാണ് കേട്ടോ. സോ അത് നോക്കിയിട്ട് വേണം വരാൻ. ഇവിടെയുള്ള ഓരോരോ പരിപാടിക്കും എക്സ്ട്രാ പൈസ കൊടുക്കണം, അത് സ്വാഭാവികമാണല്ലോ, അങ്ങനെ വേണ്ടേ. ടിക്കറ്റ് കൗണ്ടർ അവിടെയുണ്ട്. കിഡ്സ് പാർക്ക്, കഴിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള വകുപ്പില്ല. ആക്ടിവിറ്റീസ് ഒക്കെ കുറേ ഉണ്ടെന്ന് വെച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം വേണം. നോക്കട്ടെ, ആ കാണുന്നതാണ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയുണ്ട്? വാച്ച് ടവർ, ഫ്രീ ഫാള്, റോക്കറ്റ് എജക്ടർ, സൈക്ലിംഗ്, പിന്നെ എന്താ ജൈന്റ് സ്വിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, പാരാഗ്ലൈഡിങ്, അപ്പുറം ടിക്കറ്റ് കൗണ്ടർ. അതാണ് സ്വിങ്. കാരണം അപ്പം ഒറ്റ വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചെല്ലും. പിന്നെ അപ്പുറം ഒരു വാച്ച് ടവർ ഉണ്ട്, പക്ഷെ ഇന്നത്തെ കയറുന്ന ഫ്രീ ആണോന്ന് അറിയില്ല. സോ നമുക്ക് നേരെ എവിടെ കയറാം? വാച്ച് ടവറിൽ കയറാം. അതാണെമ്പോൾ പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇച്ചിരി ഹൈറ്റ് പേടിയുള്ളവരാ, എന്നാൽ ഞങ്ങൾക്ക് തെറിച്ച് പോകാനൊന്നും പറ്റൂല, മുട്ട ഇറക്കും. ഇതാണ് ചുമ്മാ വലിഞ്ഞു കയറിയാൽ മതി. നോക്കട്ടെ.
സോ ഇവിടെ സ്കൈ സൈക്ലിംഗ് ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ അങ്ങ് പോവാം. കുറച്ചിപ്പോൾ കയറും, കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ, ഒരു നൈസ് വ്യൂ കാണിച്ചു തരാം. ഗൈസ്, അപ്പം പാരാഗ്ലൈഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാനും കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴാണ് കണ്ടത്. പക്ഷെ അപ്പം എൻ്റെ ക്യാമറ ഓഫായിരുന്നു ഗൈസ്. അപ്പോൾ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു വിഷ് അഡ്വഞ്ചർ സ്പോട്ടാണ് അത്. അതുകൊണ്ട് നോക്കിക്കോ, പറക്കാൻ പോകും, പറക്കാൻ പറന്നു ഇവരുടെ കൂട്ടത്തിൽ കയറുന്നു, പറക്കുന്നു. ഇവർക്ക് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അവിടെ പോവാം. എടാ ഇത് വിശാഖ, നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യണ. ഇതപ്പം ഇവനൊരു ഇൻട്രോവേർട്ടാണ് കേട്ടോ. ഞാൻ ഇവനെ കാണിച്ചു തരാം. ഇവനിനി കൊണച്ചാൽ നമ്മൾ കാണിച്ചു തരും. ആണ്ട് അതെന്താടാ അവിടെ ആ ചേട്ടനെ? എന്താടാ? അല്ലല്ല, അത് ചത്തൊന്നും അല്ല ചായ. അത് ഇത് ചെയ്യുന്ന അഡ്വഞ്ചറല്ലേ, കറക്കി കാണിക്കുന്നയാ. ഇതാണ് കിട്ടുന്നത് നോക്ക്. ചേട്ടൻ മറ്റേ പുള്ളി ശരിക്കും പാനിക് ആക്കിയിട്ടുണ്ട് എന്തായാലും. സാധനം ഒരു വെച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ചാവത്തില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങാൻ പോകാന്ന് തോന്നുന്നു. ഐ തിങ്ക് ആ പുള്ളി ലാൻഡ് ചെയ്യാൻ പോകാൻ തോന്നുന്നു. അല്ല കേസ്, ലാൻഡ് ചെയ്യുന്നില്ല. ഹൈറ്റ് പേടിയാണ് കേസ്, അതാണ് പ്രശ്നം. ഇച്ചിരി ഫോബിയ ഉണ്ട് ഹൈറ്റിൽ. അതുകൊണ്ട് ആദ്യമേ ചെറിയ ഹൈറ്റൊക്കെ കോൺക്രീറ്റ് നമുക്ക് ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യാം. അതായിരിക്കും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ബുദ്ധിക്കും നല്ലത്. ഇല്ലെങ്കിൽ അറ്റാക്ക് വരും കേസ്. അതുകൊണ്ടാണ് അടുത്ത തവണ നമ്മൾ വരുമ്പം നമ്മൾ പറഞ്ഞിരിക്കും. ഈ തവണ ഞങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ ഞങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. എന്താ അതൊന്നും വിഷയമില്ല, പോയി നോക്കാം. 4000. പക്ഷെ പൈസ അല്ല കേസ്, ഹൈറ്റാണ് വിഷയം. പക്ഷെ ഞങ്ങൾ അടുത്ത തവണ കോൺഗ്രസ് ചെയ്യും. അല്ല വിശാ, ഞങ്ങൾക്ക് 2 പേർക്കും ഹൈറ്റ് ഭയങ്കര പേടിയാണ്. വീടിൻ്റെ വണ്ടിയിൽ ഏണി വെച്ച് കയറാൻ പോയിട്ട് ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ ഞങ്ങൾ കോൺഗ്രസ് ചെയ്യാൻ പോവാണ്. അടുത്ത മാസം നോക്കട്ടെ. നമ്മൾ ആദ്യമേ ചെറിയ സിപ്പ് ലൈനിലേക്ക് പിടിച്ച് തൂങ്ങാം. എന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു പ്ലാൻഡ് പ്ലാനല്ലായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേസ്. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ ഇവിടം വരെ എത്തി. വീട്ടിൽ ചെന്നിട്ടില്ല, ഇനി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. അതിന് മുന്നേ കഴിക്കണം ഓംലെറ്റും മുട്ടയും ഓംപ്ലേറ്റും ചായയും ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങളാണ്. പോയി തന്നെ തിരിഞ്ഞ് നടക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണം ഓർത്ത് ചെന്നപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു സാധനം കണ്ടത്. കാണിച്ചു തരാവേ. ഇതേ പഴംപൊരി ബീഫ് റോസ്റ്റും. വാഗമണിലെ തണുപ്പിലൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, റിവ്യൂ പറയാം കേട്ടോ. സോ അതെ, ചൂട് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബീഫും സാധനം കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നൈസാണ്, അത്രേ ഉള്ളൂ. 120 രൂപയാണ് കേട്ടോ. പിന്നെ അത് ഇച്ചിരി വില കൂടുതലാണെന്നൊക്കെ തോന്നാത്തില്ല, എനിക്കറിയില്ല, കുഴപ്പമില്ല ഞങ്ങൾക്ക്. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരുമായിരിക്കും. ഫോൺ ചാർജ് ലൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.